ഹലോ, നമുക്കിന്ന് കണ്ടൻറ്റ് ലഞ്ച് ബോക്സ് നോക്കിയാലോ. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കറിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കറിയൊന്നും വെക്കാറില്ലല്ലോ. ജസ്റ്റ് ക്യാബേജ് തോരനോ ക്യാരറ്റ് തോരനോ അങ്ങനെയൊക്കെയല്ലേ. ഇന്ന് വേറൊരു കറി ഉണ്ടിട്ടാ കാണിച്ചു തരാവേ. അപ്പോൾ ഇന്ന് ഞാൻ കണ്ണൻ്റെ പറഞ്ഞു, കാരണം അച്ചാർ എന്തായാലും വെക്കുന്നുണ്ടെന്ന് പിന്നെ എടുത്ത് പറഞ്ഞു, ഇല്ല എനിക്ക് 2 അച്ചാറും വേണം എന്ന് പറഞ്ഞു. രണ്ടല്ല, ആക്ച്വലി നമ്മുടെ അടുത്ത് 3 അച്ചാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 3 അച്ചാറൊന്നും വെക്കാൻ പറ്റില്ല, പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് 2 വെച്ചേക്കാമെന്ന് പറഞ്ഞു. ഓൾറെഡി ഞാൻ ബീറ്റ്റൂട്ട് മാത്രം വെക്കാമെന്നാണ് കരുതിയിരുന്നത്. അപ്പം ബീറ്റ്റൂട്ട് കുറച്ച് വെച്ചു, പിന്നെ കുറച്ച് പാവയ്ക്കുണ്ട്. അത് രണ്ടും തീരാറായി കേട്ടോ. ബീറ്റ്റൂട്ട് ഏകദേശം കുറച്ചുകൂടി ഉണ്ട്, പക്ഷേ പാവയ്ക്ക് ഓൾറെഡി കുറച്ച്, ഇനി ഒരു വളരെ കുറച്ചും കൂടിയേ ഉള്ളൂ. അതും വെച്ചു. പിന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്പെഷ്യലായിട്ടുള്ള എന്നാണെന്നറിയോ, ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഗ്രീൻസിൽ പോയപ്പോഴത്തേക്കും കുറച്ച് മഷ്റൂം അല്ലേ, അത് തന്നെ നമ്മുടെ കൂണിരിക്കുന്നുണ്ട്, അതങ്ങ് വാങ്ങിക്കാമെന്ന് വെച്ച് അതങ്ങ് വാങ്ങി. 75 രൂപ എന്തോ ആണ്. അപ്പോൾ ഞാൻ സാധാരണ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ വാങ്ങിയിട്ടുള്ളൂ. വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ റൈസ് സെറ്റ് ചെയ്യും. നല്ല ടേസ്റ്റില്ലേ റൈസിലിട്ട് കഴിഞ്ഞാൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത്. ഇതൊരു റോസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചു, പക്ഷേ കുറച്ച് മല്ലിയിലേക്ക് ഇട്ടപ്പോഴത്തേക്കും കുറച്ചും കൂടി ഫ്ലേവറായി. നല്ല രുചിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ, കാരണം അമ്മച്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ. പിന്നെ ഈ മീൻ എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സാധാരണ നമ്മൾ അയിലേക്കല്ലേ വറുത്ത് വെക്കുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി പൂളാൻ വറുത്തതാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ പൂളാൻ എന്നാണ് പറയണേ. നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയണത് എനിക്കറിയില്ല. ഇതിനെ കണ്ട് ഞാൻ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞാനിതിൻ്റെ ഫിംഗർ ചിപ്സ് എന്നാണ് പറയാറ്, കാരണം ചെറുതാണ്, വളരെ ചെറുതാട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞാൽ വെട്ടാൻ എന്നാ പാടാന്നറിയും. പിന്നെ അമ്മയും അമ്മച്ചിയും ചിന്നൊക്കെ കൂടി വെട്ടി തരുന്നതുകൊണ്ട് ഇങ്ങനെ വറുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്, അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, എന്തായാലും മുട്ട വറുത്തത് ഉണ്ടാകും, അതില്ലാത്തൊരു പരിപാടിയില്ല നമുക്ക്. അങ്ങനെ ഏകദേശം ഇന്നത്തെ കറികളൊക്കെ ഇത്രയേ ഉള്ളൂ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്കിപ്പോൾ ഭയങ്കര ക്രേസായി ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യണത്, കാരണം ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ പരിപാടിയെല്ലാം നമ്മുടെ അടുത്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.